നീലേശ്വരത്തിന്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പഴയ പഞ്ചായത്ത് ഓഫീസ് വിസ്മൃതിയിലേക്ക്. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. 1953 നീലേശ്വരം പഞ്ചായത്ത് രൂപീകരണം നടന്നത്. ആദ്യകാലങ്ങളിൽ വാടക കെട്ടിടങ്ങളിലും മറ്റുമായാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. 1970 നീലേശ്വരം മെയിൻ ബസാറിൽ പഞ്ചായത്തിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചു. അന്നത്തെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ജയദേവ മേനോനാണ് ഉദ്ഘാടനം ചെയ്തത്. NK കുട്ടനായിരുന്നു ഉദ്ഘാടന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്. തുടർന്ന് നിരവധി വർഷം പ്രവർത്തിച്ച കെട്ടിടം നീലേശ്വരം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കിയ ശേഷം സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന അവസ്ഥ വന്നതിനെ തുടർന്ന് ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. 10 വർഷമായി അനാഥമായി കിടന്ന കെട്ടിടം പൊളിച്ചുമാറ്റി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാനാണ് പദ്ധതിയെന്ന് നഗരസഭാ അധ്യക്ഷൻ PP മുഹമ്മദ് റാഫി പറഞ്ഞു. നഗരഹൃദയത്തിലായതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്ന് ആലോചിച്ചപ്പോഴാണ് നീലേശ്വരത്ത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ അഭാവം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കൂടി ചേർത്തുകൊണ്ട് ആ സ്ഥലത്ത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാനാണ് നഗരഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിവിടെ ലേല നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത സമയം കൊടുക്കും അത് പൊളിച്ചു മാറ്റാൻ. അത് പൊളിച്ചു മാറ്റുന്നതോടുകൂടി തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ ഓപ്പൺ ഓഡിറ്റോറിയത്തിനുള്ള പ്രവൃത്തികൾ ഞങ്ങൾ ആരംഭിക്കും. അതിന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു കഴിഞ്ഞു. നഗരസഭ അതിന് ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത വർഷത്തോടുകൂടെ 2027 നീലേശ്വരത്ത് ഓപ്പൺ ഓഡിറ്റോറിയം എന്നുള്ളത് ടൗണിൽ തന്നെ യാഥാർത്ഥ്യമാകും. ഓപ്പൺ ഓഡിറ്റോറിയം ഇല്ലാത്ത അല്ലെങ്കിൽ പൊതു ഇടങ്ങളില്ലാത്ത നഗരസഭ എന്ന ചീത്തപ്പേര് അതോടുകൂടെ നീലേശ്വരത്ത് നിന്ന് ഒഴിവാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനുള്ള ലേല നടപടിയും ബുധനാഴ്ച നടന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.